എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് പിള്ളേരെയും കൊണ്ട് ഒരു ബിഗ് ഇവന്റിൽ പോവാം കേട്ടോ. ഇന്നൊരു സാറ്റർഡേ ആണ്. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഓഫാണ്. എല്ലാവരും ഫ്രീ ആണ്. നല്ല അടിപൊളി വെതറാണ് ഔട്ട് സൈഡില്. ചെറിയ ക്ലൗഡി ആയിട്ട് കാണിക്കുന്നുണ്ട്. അതിപ്പോ ഗോൾവേലാണ്. നമ്മൾ ഇവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരം? ഒരു 100 കിലോമീറ്റർ അകലെയാണ് പോകുന്നത്. അതെ, 3:30 ഇവന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഇച്ചിരി നേരത്തെ പോവാണ്. ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുണ്ട്. ചെന്നിട്ട് ഓൾറെഡി നമ്മൾ ഇച്ചിരി ലേറ്റ് ആണ് കേട്ടോ. 11 മണിക്ക് എത്തണമെന്ന് വെച്ചാണ്. പക്ഷെ നടന്നില്ല. ഞങ്ങളുടെ ആഞ്ചല ബേബി ചെറിയതായിട്ട് സിക്കാണ് കേട്ടോ. അവൾ ഒരു പ്രാവശ്യം ഒന്ന് വോമിറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ ആഞ്ചല ബേബിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അതിന്റെ ഒരു ടെൻഷൻ എനിക്കുണ്ട്. നമുക്ക് നോക്കാം. അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷമാണ് ആഞ്ചല ഒന്ന് വോമിറ്റ് ചെയ്തത്. എങ്ങനെയാവും ഏതാവും എന്നൊന്നും അറിയത്തില്ല. ഞങ്ങൾക്ക് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. അമേലിയ ഓക്കെയാണ്. അപ്പൊ നമ്മള് വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. എന്റെ ആഞ്ചല ബേബി ഇതേ ഇവിടെ ഉണ്ട്. ആഞ്ചല ബേബിക്ക് രാവിലെ എന്നാ പറ്റി? ഒന്നും പറ്റിയില്ലേ ആഞ്ചല ബേബി? ഇന്ന് പോകുന്നിടത്ത് ആഞ്ചലയുടെ ആക്ടിവിറ്റി ചെയ്യുവോ? ഇല്ലേ? അമേലിയ ബേബി ഓക്കെ അല്ലേ? അമേലിയയുടെ മുഖത്ത് ഇന്നലെ കണ്ടോ? ഞങ്ങൾ നടക്കാൻ പോയപ്പോ അമേലിയയുടെ സൈക്കിൾ ചവിട്ടാൻ പറഞ്ഞു. അത് കേൾക്കാതെ അമേലിയ കാട്ടിലും വീട്ടിലും കയറി നല്ലൊരു സ്ക്രാച്ച് വീണിട്ടുണ്ട് ഫേസിൽ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അമേലിയെ കാണാനായിട്ട്. ബ്യൂട്ടി സ്പോട്ടാ. അച്ഛൻ സെൻട്രയിൽ വന്ന് ഓരോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. നമുക്കതെല്ലാം ഈ വാങ്ങിക്കാം. ആദ്യം തന്നെ കോഫി. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റോൾ മേടിച്ചു. പിന്നെ പിള്ളേർക്ക് ബ്രെഡ് ടോസ്റ്റ് മേടിച്ചു. കാരണം ആഞ്ചലയ്ക്ക് ടമ്മി അപ്സെറ്റാന്ന് പറഞ്ഞുകൊണ്ട് അത് ഹെവി ആയിട്ടൊന്നും മേടിച്ചില്ല. പിന്നെ സ്പൈസി ചിക്കൻ ഫില്ലറ്റ്, സദേൺ ഫ്രൈഡ് ചിക്കൻ, കോഫി, സ്പ്രൈറ്റ്, അങ്ങനെ എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ട്. പിള്ളേർക്ക് പിന്നെ കഴിക്കാനായിട്ട് യോഗട്ടും ഉണ്ട് കേട്ടോ. ഡീസൽ ഒഴിച്ചു. വണ്ടി ഹാപ്പിയാണ്, നമ്മൾ ടമ്മി ഹാപ്പി ആയിട്ടുണ്ട്. ആഞ്ചല ബേബി ദേ പതുക്കെ ടോസ്റ്റ് കഴിക്കുവാണ്. അമേലിയയ്ക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ അച്ഛൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഞാനും ഞങ്ങൾ റോളാണ് വാങ്ങിച്ചത് കേട്ടോ. ഇതിനകത്തെല്ലാം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ അച്ഛാ? ഇതിനകത്ത് ദേ ഹാമുണ്ട്, റാഷേഴ്സ് ഉണ്ട്, പിന്നെ സോസേജ് ഉണ്ട്, ഫ്രൈഡ് എഗ് ഉണ്ട്, മയോണൈസ് ഉണ്ട്. ബ്രൗൺ ആണ് വാങ്ങിച്ചത്. ഹെൽത്തി ആയിക്കോട്ടെ. അതെ, 11:30 ഇനിയിപ്പോ ഞങ്ങള് ഇത് കഴിക്കാൻ പോവാണ്. അങ്ങനെ ഞങ്ങള് 1 മണിക്കൂർ ഡ്രൈവിന് ശേഷം ഇവിടെ എത്തി. ഞാൻ ചെറുതായിട്ടൊന്ന് മയങ്ങി. അമേലിയ ഒന്ന് ഉറങ്ങി. ആഞ്ചല ഇപ്പോഴും ഉറക്കമാണ്. എഴുന്നേറ്റേ. ഞങ്ങൾ പ്ലാൻ ചെയ്യുവാണ് ഇവിടുന്ന് ബുഗി എടുത്താലോ എന്ന്. ആഞ്ചലായിക്ക് മുത്തിന് ബുഗി വേണോടാ? ഉറപ്പാണോ? കൊച്ചിന് നടക്കാൻ പറ്റുമോ? അപ്പൊ ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചാല് ഇവിടെ പിള്ളേർക്കൊരു ഫൺ റൺ ഉണ്ട്. 2:30 വീൽ ചെയർ ആക്സസ് ഉള്ള പിള്ളേര്, അതിനുശേഷം ജൂനിയർ ആൻഡ് സീനിയർ ഇൻഫൻസ്, പിന്നെ അതിനുശേഷം ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണെന്ന് തോന്നുന്നു, പിന്നെ വലിയവരുടെ മാരത്തോൺ ആണ് കേട്ടോ. അപ്പം ഇവര് ഫണ്ട് റൈസ് ചെയ്തിട്ട് അത് ഈ ഓൾ ഓവർ അയർലൻഡില് സിക്കായിട്ടുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലോ, അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത്. അവരെങ്ങനെയാ ഫണ്ട് കളക്ട് ചെയ്യുന്നതെന്ന് വെച്ചാല് ഇവർക്ക് വേണ്ടിയിട്ട് ഓൺലൈൻ ബുക്ക് ചെയ്യുമ്പോൾ ഒരാൾക്ക് 15 യൂറോ അല്ലേ? അങ്ങനെ 30 യൂറോ ആണ് 2 പേർ കൂടെ. അവർക്ക് 1 കിലോമീറ്റർ റണ്ണാണ് കേട്ടോ. കുഞ്ഞു പിള്ളേരായതുകൊണ്ട് നമുക്കും കൂടെ ഓടാൻ പറ്റും. ഞങ്ങൾ ഇത് ആദ്യമായിട്ട് വരുവാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവരെല്ലാ വർഷവും വരും. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാ വർഷവും ഇവരെ കൊണ്ടുവരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം ഒരു ഫൺ റണ്ണല്ലേ, ഭയങ്കര സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല. അവർക്കും ഒരു എൻജോയ്മെന്റ്. നമുക്ക് പോയാലോ ഗേൾസ്? ഇത് ഡാഡ പണ്ട് പഠിച്ച കോളേജാണ്. അതെ, പറയാൻ മറന്നുപോയി. അച്ഛൻ ഇവിടെ ഒരു മാസ്റ്റേഴ്സ് ചെയ്തതാണ് കേട്ടോ. യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിലാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പോൾ അച്ഛന് ക്യാമ്പസ് ഒക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. നമ്മൾ വന്നു, വണ്ടി പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ക്യാമ്പസിന്റെ അകത്തൂടെ പോകാമെന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈ ക്യാമ്പസ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് അച്ഛൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീഡിയോസ് ഒക്കെ എടുക്കാം. ഒരുപാട് പേര് പോകുന്നുണ്ട് കേട്ടോ. വരുന്ന വഴിക്കൊക്കെ നല്ല ട്രാഫിക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഇവന്റിന്റെ അന്ന്. പറ്റുമെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ക്ലിപ്സ് ഒക്കെ എടുക്കാം. ആദ്യം നമുക്ക് ടീഷർട്ടും നമ്പറും കളക്ട് ചെയ്തിട്ട് ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ട് നടക്കാം. ഇങ്ങോട്ട് ഇറങ്ങി ഇത് കണ്ടോ, ആട പഠിച്ചതാ ഇവിടെ. ആണോ? എന്റെ കൊച്ചിന് ഇവിടെ ബിൽഡിംഗ് ഒന്നും കാണാൻ പറ്റുന്നില്ല. ചുറ്റും മരവും കാറും മാത്രമേ ഉള്ളൂ. ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ നിഷമാഷിയും റബിനങ്ങളും ഒക്കെ വരുന്നുണ്ട് കേട്ടോ, ഞങ്ങളുടെ പിള്ളേരുടെ റൺ കാണാൻ. അവര് പതുക്കെ വരത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഇതൊക്കെ വാങ്ങിക്കേണ്ടതുകൊണ്ടൊക്കെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ വന്നതാ, ലേറ്റ് ആവണ്ടെന്ന് വെച്ചിട്ട്. ഹോപ്പ്ഫുള്ളി ഇവരുടെ റണ്ണ് തുടങ്ങുന്നതിന് മുമ്പ് അവർ വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഗൈസ്. അമേലിയ ഇപ്പോഴേ റണ്ണാൻ തുടങ്ങി. എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഡാമേജുമായിട്ട് വരുന്ന ഒരാളാണ് അമേലിയ. അല്ലേ അമേലിയ? സ്റ്റാർട്ട് ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സാധനം നോക്കുമ്പോൾ ഇതിൻ്റെ അകത്തോട്ട് പോവാണ്. കുറച്ചങ്ങ് പോയി കഴിയുമ്പോഴല്ലോ ഇവിടെ വലിയൊരു റിവറുണ്ട്. ആ റിവറിൻ്റെ ഒരു സൈഡ് കൗണ്ടി ക്ലിയറും ഒരു സൈഡ് കൗണ്ടി ലിമറിക്കിലുമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ യൂണിവേഴ്സിറ്റി ഓഫ് ലിമറിക്കിൻ്റെ ക്യാമ്പസ് 2 കൗണ്ടിയിലായിട്ടാണ് ഇരിക്കുന്നത്.
അവിടെ ഒരു വലിയൊരു ഗ്ലാസ് ബ്രിഡ്ജ് അല്ല, അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേന് നല്ല വ്യൂ ആണ്. നമുക്ക് കാണിച്ചു തരാം. നമ്മൾ പോകുന്ന വഴിക്ക് ഓരോ ബിൽഡിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഓരോ കോഴ്സസ് നടക്കുന്നതായിരിക്കും അല്ലേ? അവർ ശരിക്കും പറയാണല്ലോ, ഹെൽത്ത് കെയറിന്റെ കോഴ്സസ് എല്ലാം ഒരു സ്ഥലത്ത്, ബിസിനസ് ആൻഡ് മാനേജ്മെന്റ് വേറൊരിടത്ത്, എഞ്ചിനീയറിംഗ് കോഴ്സസും ടെക്നിക്കൽ ആയിട്ടുള്ളതെല്ലാം വേറൊരിടത്ത്, ബിസിനസ് മാനേജ്മെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ME ബിസിനസ് സ്കൂൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനൊക്കെ ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയാണ് അവർ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അങ്ങോട്ടാണോ? ഏതാനും വർഷങ്ങൾക്ക് മുന്നേ ഇതിലൂടെയൊക്കെ 2 വർഷം പൂണ്ട് വിളയാടിയ സ്ഥലമാണ് ഗൈസ്. ഇതാണ് ഗൈസ് ഡാഡിയുടെ ക്യാമ്പസ്. ഇതായിരുന്നു, ഇപ്പോഴല്ല. ഈ ബ്രിഡ്ജാണ് ഇവിടുത്തെ റിവറിന്റെ മുകളിൽ കൂടെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രിഡ്ജാണ്. നല്ല രസമായത്. ഇതിലേക്ക് ആദ്യം ഈ ബ്രിഡ്ജിൽ കയറാൻ പേടിയായിരുന്നു. പിന്നെ ഇതേ കൊച്ചുവിൻ്റെ കൈ പിടിച്ച് വരുന്നുണ്ട്. അതിലാണെങ്കിൽ ഇതിലൂടെ ഓടിക്കളിക്കുവാണ്. ഇതിന്റെ അടിയിലൊരു വലിയ റിവർ ഉണ്ട് മുത്തേ. നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ കാണാം. ഞാൻ കാണിച്ചു തരാം. ഒരു സൈഡിൽ യൂണിവേഴ്സിറ്റിയുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ക്യാമ്പസും ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്ഥലങ്ങളും ബിൽഡിംഗും ഒക്കെ കാണാം. അതിന്റെ അപ്പുറത്തേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഹണ്ടൽക്കാട് പോലത്തെ സ്ഥലമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മരങ്ങളും ചെടികളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലം. കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോൾ വലിയ റിവർ ഉണ്ട്. റിവർ കണ്ടോ പൊന്നു? അതിന് നമ്മളിത് ഈ റിവറിന്റെ മുകളിൽ കൂടെ ഇങ്ങനെ ബ്രിഡ്ജൊക്കെ ക്രോസ് ചെയ്തങ്ങ് പോവാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൊത്തത്തില് പ്രകൃതി രമണിയാണ്. നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിംഗ് ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ബിൽഡിംഗ്. ഇവിടെ ഭയങ്കര ഫോട്ടോ എടുപ്പാണ് ഗായ്സ്. അമേലി എന്നാ മുത്തേ? നമ്മൾ ഓരോ ഇംഗ്ലീഷ് സിനിമയിലൊക്കെ കാണത്തില്ലേ, അങ്ങനത്തെ ഒരു ബിൽഡിംഗ് ആണ് ഇത് കേട്ടോ. എന്തോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഈ കൺസ്ട്രക്ഷൻ. ഞങ്ങൾ ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ഒരു ഗ്രൗണ്ടിൽ പോയി, പക്ഷേ ചീറ്റിപ്പോയി. അവിടെ അല്ല സംഭവം. ഇനി വന്ന വഴിയേ നമ്മൾ തിരിച്ച് നടക്കുവാണ്. വേറെ ഏതോ ഗ്രൗണ്ടിലാണെന്നാണ് ഗൈസ് പറഞ്ഞത്. ഇവിടെ UL അരീന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻഡോർ സ്പോർട്സ് സ്റ്റേഡിയം ഉണ്ട്. അപ്പം അതിൻ്റെ അകത്താണെന്നാണ് അത് പറഞ്ഞത്. ഒരു ഔട്ട്ഡോർ ഏരിയയിൽ നമ്മൾ പറഞ്ഞു അവിടെ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് തിരിച്ചു പോവാണ്. ഞങ്ങളിപ്പോൾ തന്നെ ഒരു ഫണ്ട് റൈസിങ്ങിനുള്ള വാക്ക് നടത്തി. അങ്ങനെ പിള്ളേരുടെ ടീഷർട്ട്സ് കിട്ടി, അതുപോലെ അവരുടെ നമ്പർ കിട്ടി. ഇനിയിപ്പോൾ പോയിട്ട് ഓടിയാൽ മാത്രം മതി. ഇവിടെ എൻ്റെ അത്ലറ്റ്സിൻ്റെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻസ് നടന്നുകൊണ്ടിരിക്കുവാണ്. എനർജി ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് യോഗ ഡ്രിങ്ക് കുടിക്കുന്നു. അതുപോലെ നമ്മുടെ നമ്പർ കിട്ടിയത് ടീഷർട്ടിൽ ഒന്നുകൂടെ ഒന്ന് റീപൊസിഷൻ ചെയ്ത് നന്നായിട്ട് കുത്തി വെക്കുന്നു. ഇപ്പോഴേ ഓട്ടം തുടങ്ങി. ഒരു രക്ഷയില്ല. ഇതിൻ്റെ എനർജി ഒക്കെ പോകുന്നു തോന്നുന്നു. അതെ, ആൾക്കാർ കൂടി വരുവാ അല്ലേ അച്ഛാ? ഒരുപാട് ആൾക്കാർ. നമ്മുടെ 3 മണിക്കാണ്, പക്ഷെ എങ്കിലും ഇപ്പോൾ ഒരുപാട് ആൾക്കാരായി കേട്ടോ. എന്റെ ഗേൾസ് ഇവിടെ റെഡി ആയിട്ടിരിപ്പുണ്ട്. So as Darren said, just a quick announcement, okay? As Darren said, don't panic if you're lost. If you've lost your kids, or if your kids you have lost your parents, they will be waiting for you at the finish line. 4 പേര് ഒരുമിച്ച് റൺ ചെയ്യണമെന്നായിരുന്നു, പക്ഷെ അമേലി റോക്കറ്റ് വിടുന്ന പോലെ ഒരു പോക്ക് പോയി ഗൈസ്. ഫൈനലി ഞാൻ ആചാര്യ ക്യാരി ചെയ്തുകൊണ്ട് നടക്കുവാണ്. ഒരു കാര്യം മനസ്സിലായി എനിക്ക്, അമേലിയയ്ക്ക് ഇത് ഒരു ഫൺ റൺ അല്ലായിരുന്നു. പെട്ടെന്ന് ഫസ്റ്റ് എത്തണം എന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു അമേലിയയ്ക്ക്. അങ്ങനെ ഞാൻ അമേലിയയുടെ കൂടെ പോന്നു. അച്ചായൻ പാവം ആഞ്ചലായി എടുത്തുകൊണ്ടാണ് വന്നത് കേട്ടോ. ഇതെല്ലാം കഴിയുമ്പോഴത്തേക്കിന് ഇവർ പിള്ളേർക്ക് മെഡൽ കൊടുക്കും കേട്ടോ. അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു. റണ്ണെല്ലാം കഴിഞ്ഞിട്ട് മക്കൾക്ക് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കാൻ നിൽക്കുന്ന നിൽപ്പാണ് ഗൈസ്. വലിയ ക്യൂ ആണ്, ഒരു രക്ഷയില്ല. ഐസ്ക്രീം എപ്പോൾ കിട്ടുമെന്ന് അറിയത്തില്ല. ഒരു ഐസ്ക്രീം വാങ്ങിക്കാനുള്ള ക്യൂ ആണ് ഗൈസ്. 2 ഐസ്ക്രീം ട്രക്ക് ഉണ്ട്. മറ്റേടത്ത് ഭയങ്കര ക്രൗഡാണ്. അതുകൊണ്ട് ദേ ഇവിടെ പോയി ഐസ്ക്രീം വാങ്ങിക്കാൻ നിൽക്കുവാണ്. ഐസ്ക്രീമും കഴിച്ചോണ്ട് വരുവാ പിള്ളേരുടെ കൂട്ട്. അങ്ങനെ ഓടിത്തളർന്ന് എൻ്റെ കുഞ്ഞിത് ഐസ്ക്രീം തിന്നുന്നു. ഐസ്ക്രീം തിന്നുന്നയാളുടെ വായിലും മുഖത്തും മാത്രമല്ല കണ്ണിൽ വരെ ഐസ്ക്രീമാണ്. എല്ലാം കഴിഞ്ഞിട്ട് കാണിക്കുന്ന കാട്ടായം കണ്ട പുല്ലിനകത്ത് കിടന്ന്. അയ്യോ, എന്റെ മെഡൽ എങ്ങനെയുണ്ട്? അവര് അനദർ റണ്ണ് സ്റ്റാർട്ട് ചെയ്യുവാണ്. ഇത് എത്ര ഏജ് ഗ്രൂപ്പിന്റെ? 1 to 4 1 to 4 ആണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ വീഡിയോ പോലും ഞങ്ങൾക്ക് ശരിയെടുക്കാൻ പറ്റിയില്ല. അപ്പൊ ഞങ്ങൾ ഈ വീഡിയോ എങ്കിലും ശരിയെടുക്കട്ടെ ഗൈസ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഇതുങ്ങളുടെ ഫണ്ട് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്നത്തെ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അവിടെയായിരുന്നു സൂമ്പയും കാര്യങ്ങളും ഒക്കെ നടന്നിരുന്നത്. അതിനുശേഷം നമ്മൾ അവിടെ നിന്നാണ് റൺ സ്റ്റാർട്ട് ചെയ്തത്.
പിന്നെ ദേ ഇവിടുന്ന് ഇങ്ങനെ റൗണ്ടിൽ നമ്മൾ പോയിട്ട് ഈ പിച്ചൊക്കെ ഇവിടെ ഫിനിഷ് ആവും. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോകും. അങ്ങനെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പ്ലാൻ ചെയ്യുവാണ് ഇനി എന്താണ് പരിപാടി. കുറച്ച് സമയമുണ്ട്, യൂണിവേഴ്സിറ്റി ഫുള്ളൊന്ന് കറങ്ങണോ അതോ സിറ്റിയിൽ എവിടെയെങ്കിലും പോകണമെന്നൊക്കെ. സിറ്റിയിൽ എന്തൊക്കെയോ നല്ല ഇവൻ്റ് ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു, പക്ഷെ അതിന് പോകാനുള്ള ഒരു എനർജി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. കൊച്ചൂസേ എങ്ങനെയുണ്ട്? എൻ്റെ പഴയ ക്യാമ്പസ് ഇഷ്ടപ്പെട്ടോ? നല്ല അടിപൊളിയാ. എസ്പെഷ്യലി ഈ സാധനമൊക്കെ നല്ല ഭംഗിയുണ്ടല്ലേ. ആ ബ്രിഡ്ജ് നമ്മൾ ഫുള്ള് കണ്ടൊന്നുമില്ല, പക്ഷെ ഇത് ഈ ബിൽഡിങ്ങിൽ നിന്ന് അങ്ങോട്ടുള്ള കണക്ഷൻ ആണ്. അപ്പുറത്തെ ബിൽഡിങ്ങിലേക്കുള്ള കണക്ഷനാണ്. പക്ഷെ നല്ല രസമല്ലേ? അടിപൊളിയാ, സൂപ്പറാണ്. നമ്മൾ പക്ഷെ ഫുള്ളൊന്നും പോയില്ല അല്ലേ ക്യാമ്പസ്. ഇല്ല, ശരിക്കും ഫുള്ള് ഒരു ക്യാമ്പസിന് ചുറ്റും പോകണമെന്നുണ്ടെങ്കിൽ 8.5 കിലോമീറ്റർ വാക്കിങ്. നമ്മളത് കണ്ടായിരുന്നു താഴെ. പക്ഷെ നല്ല അടിപൊളിയാണ് കേട്ടോ. ഈ കോളേജിലെ പഴയ സ്റ്റുഡന്റ് ഞങ്ങൾക്ക് കോളേജ് ടൂർ തരുവാണ് ഗൈസ്. ക്യാമ്പസ് ടൂർ ആണ് കേട്ടോ. അതെ, മണി 5 ഗൈഡഡ് ടൂർ. അവിടെ കുറെ ആൾക്കാർ ദേ കിടന്ന് കളിക്കുന്നു. പണ്ട് ഈ കോളേജിൽ പഠിച്ചപ്പോൾ എനിക്ക് മെഡലൊന്നും കിട്ടിയില്ല, പക്ഷെ എന്റെ പിള്ളേർ ഈ കോളേജിൽ ഒന്ന് ഓടിയപ്പോൾ എനിക്ക് മെഡൽ കിട്ടി. അതെ, ഇവർ അടപ്പിളകിയില്ലേ നീ പിള്ളേരുടെ, ഒരു രക്ഷയില്ല. ഞങ്ങളെ ഈ മനുഷ്യൻ കൊല്ലുവാണ് ഗൈസ്. ഒരു ക്യാമ്പസിലും കൊണ്ടുവന്നു, ക്യാമ്പസ് മൊത്തത്തിൽ ഞങ്ങളെ നടത്തുക. പോയ വഴി തന്നെയും പിന്നെ മടുത്തു. എനിക്കാണെങ്കിൽ കാലുവേനയൊക്കെ എടുക്കുന്നു. അമേലിയേക്ക് വീണ്ടും നടക്കണമെന്നാണ് പറയുന്നത്. ഇത്രയും നടക്കുകയും ചെയ്തിട്ട് നിയർലി ഞങ്ങൾ ഞങ്ങളുടെ പാർക്കിംഗ് സ്പേസിൽ എത്താറായി. സുജിത്ത്, നിഷ, റബിൻ അവരുടെ വണ്ടി ഇട്ടേക്കുന്നത് വേറെ എവിടെയോ ആ. അപ്പം അവർ വണ്ടി എടുത്തുകൊണ്ട് ഞങ്ങളെ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പണ്ടാരം അടങ്ങിക്കൊണ്ടിരിക്കും. നടന്ന് ഞങ്ങൾ പണ്ടാരം അടങ്ങിക്കൊണ്ടിരിക്കുവാണ് ഗൈസ്. വാച്ച് ദിസ് ഗൈസ്. ഗുഡ് ഗേൾ. മരത്തിന്റെ മുകളിൽ ഒരു ബോൾ ഇരുന്നു, അത് ഞങ്ങൾ കുത്തിച്ചാടിച്ചെടുത്ത്. നല്ലൊരു ബോളാണ് ഇത്. അതുകൊണ്ടാണ് ഈ ആഞ്ചല ബേബി പൊക്കോണ്ടിരിക്കുന്നത്. കൊച്ചിന് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് കൊണ്ടുപോകും കേട്ടോ. ഈ ഇയറിൽ. താങ്ക് യു പറഞ്ഞോ. അങ്ങനെ ഞങ്ങളുടെ കിഡ്സിന്റെ ഫൺ റണ്ണൊക്കെ കഴിഞ്ഞു. ഒരു അടിപൊളി ഡേ ആയിരുന്നു. കുറേ നടന്നു, അതുകൊണ്ട് തന്നെ ടയേർഡായി. ഇവിടെ സിറ്റിയിൽ എന്തൊക്കെയോ പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു, പക്ഷേ ഞങ്ങൾക്ക് പോകാനായിട്ടുള്ള എനർജി ഇല്ല ഗൈസ്. അപ്പം നേരെ ഞങ്ങൾ വീട്ടിൽ പോവാണ്. റബിനും സുജിത്തും നിഷയും ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമെന്ന് പറഞ്ഞു, കുറച്ച് നേരം ഇത് വർത്താനമൊക്കെ പറയാനായിട്ട്. അപ്പം ഞങ്ങളിതേ വീട്ടിൽ പോവാണ്. ഈ വീഡിയോ ഞങ്ങൾ വൈൻഡപ്പ് ചെയ്യുവാണ്. കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇന്നത്തെ ദിവസം? അതെ. പിന്നെ നിഷയും റബിനും സുജിത്തും കൂടെ അവർക്ക് ഇതേ ഗിഫ്റ്റ് ഒക്കെ വാങ്ങിച്ചു കൊടുത്തു. ഇന്ന് റൺ ചെയ്തതിനാണോ വെച്ചത്? അപ്പൊ ഞങ്ങൾ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.